അലീനയുമായി സ്റ്റാൻലിയും ഭാര്യയും പോയതിനു ശേഷം വൈജയ്ക്ക് ചലനമില്ലാത്ത പോലെയായി. വൈജ അവിടെ നിന്നും അനങ്ങാൻ പോലും കഴിയാതെ നിൽക്കുന്നത് കണ്ട് കൃഷ്ണമോള് ചെന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മ എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നേ? ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ അമ്മ പെരുമാറാൻ പഠിച്ചിട്ടുള്ളത്? ഇതാണോ അമ്മയുടെ വലിയ തറവാട്ട് മഹിമ? ഒരു വെള്ളം എടുക്കട്ടേന്നോ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനോ ഒരു മര്യാദയും കാണിക്കുന്നില്ല. എന്നിട്ട് നിൽക്കുന്നത് നോക്ക് എന്നെല്ലാം കൃഷ്ണമോൾ പറയുന്നുണ്ട്. എന്നാൽ കൃഷ്ണമോളുടെ ഉള്ളിലും എല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ആ നിൽപ്പിൻ്റെ അർത്ഥവും അവൾക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അവൾ സംസാരിക്കുന്നത്. കൃഷ്ണമോൾ വന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് വൈജയന്തി സ്വപ്നത്തിലല്ല, താൻ യഥാർത്ഥ ജീവിതത്തിലാണ് ഈ കണ്ടതെന്ന സത്യത്തോടു കൂടി ഞെട്ടിക്കൊണ്ട് കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രൻ വന്ന് വൈജയോടും കൃഷ്ണമോളോടുമായി പറയുന്നുണ്ട്, മോൾ ആരോടാ ഈ പറയുന്നത്? ഈ മര്യാദ എന്ന വാക്ക് എന്താണെന്ന് പോലും അറിയാത്ത ഒരാളോടാണോ മോൾ ഈ പറഞ്ഞതെല്ലാം എന്ന് ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ കളിയാക്കുകയാണ്. ഇത് കേട്ട വൈജയന്തി ബാലചന്ദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക മാത്രം ചെയ്തുള്ളൂ. തിരിച്ച് അല്ലെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നതിനെല്ലാം വല്ലാത്ത ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് മറുപടി പറയുന്ന ആളാണല്ലോ. ഇതൊന്നും പറയാൻ കഴിയാതെ വൈജയന്തി പതുക്കെ അവിടെ നിന്ന് റൂമിലേക്ക് പോകുകയാണ്. അപ്പോൾ പോകുന്നത് കാണുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടായി പോകുന്നത്? ഇവിടെ വേലപ്പണി ചെയ്യാൻ വേറെ ആരുമില്ല. 2 ദിവസം അനുഭവിച്ചതല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യുന്നതെന്ന്. ഇന്നുച്ചത്തേക്കുള്ളത് എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? ബാലചന്ദ്രൻ മറുപടി ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് വൈജയോട് ഈ സംസാരിക്കുന്നത്. വൈജയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാവില്ലെന്ന് ബാലചന്ദ്രൻ നല്ല ഉറപ്പായിരുന്നു. മനു ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒരു ചെറുപുഞ്ചിരിയോടുകൂടി മാത്രമാണ് നിൽക്കുന്നത്. ബാലചന്ദ്രൻ തന്നെ ചതിച്ച സ്ത്രീയോട് ഒരു മധുര പ്രതികാരമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ഒരു ചെറുപുഞ്ചിരിയായിരുന്നു ആ മുഖത്ത്. ബാലചന്ദ്രൻ്റെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് മനു പതിയെ ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്കിളെ? ഇതൊക്കെ തന്നെ ധാരാളല്ലേ? ആ നിന്നിരുന്ന നിപ്പങ്കിള് കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല മനു, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആ നടന്നു പോയതേ നിൻ്റെ ആൻറ്റി മാത്രമല്ല, മനസ്സ് മുഴുവൻ എരിയുന്ന ഒരു കനലായിരുന്നു അത്. നീ ആ കനൽ എരിയുന്നത് കാണുന്നില്ല അല്ലേ? എനിക്ക് കാണാം. കാരണം എൻ്റെ നെഞ്ചിൽ നിന്നാണ് ആ കനൽ ഞാൻ പകർത്ത് നൽകിയത്. അപ്പോൾ പിന്നെ എനിക്ക് കാണാൻ കഴിയാതിരിക്കില്ലല്ലോ. മനുവിന് അപ്പോഴാണ് മനസ്സിലായത്, കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അങ്കിളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ കനൽ കിടന്ന് നീറിപ്പുകയുകയാണെന്ന്. മനു, എന്തായാലും വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് പോവാടാ, ഇത്രയും സമയമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ തോളിൽ തട്ടുന്നുണ്ട് ബാലചന്ദ്രൻ. മനു തിരിച്ച് പറയുകയാണ്, ഇല്ല അങ്കിളെ, എനിക്ക് എറണാകുളത്തേക്ക് തന്നെ തിരിച്ചു പോകണം. നാളെ രാവിലെ ഓഫീസിൽ ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതെനിക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അവിടെ എത്തിയേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഞാൻ എത്തി വരുമ്പോഴേക്കും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സാറിൻ്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ് അങ്കിളെ. അല്ല മനു, നീ മുത്തശ്ശിയെ കാണുന്നില്ലേ? നിന്നെ അലീനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ നിനക്ക്? അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ എന്നോടായിരിക്കും ചോദ്യവും പറച്ചിലും. അമ്മ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ പിന്നെ അത് ഈ വയസ്സാം കാലത്ത് അമ്മയ്ക്കും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് ചെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അയ്യോ, അത് ശരി അങ്കിളെ, അത് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അലീനെ വിളിക്കുമ്പോൾ അവൾക്കൊരു പരാതി പറയാൻ അത് മതിയാവും. കാരണം ഞാനിപ്പോൾ തന്നെ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അല്ല അങ്കിളെ, ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കുകയാണ്, ഇവിടെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നല്ലോ, അങ്കിളിൻ്റെ 2ാമത്തെ മകൾ. അവൾ എവിടെ പോയി? ബബിത. അതിന് മറുപടിയായി കൃഷ്ണമോളാണ് പറഞ്ഞത്, ഓ അതിനെക്കുറിച്ച് ഇവിടെ ആരും മൈൻഡ് ചെയ്യണ്ട. ഇടയ്ക്ക് തിന്നാൻ വരുന്നതും കാണാം, തിരിച്ച് മുകളിലേക്ക് കയറി പോകുന്നത് കാണാം. ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക് തന്നെയാണ് എൻ്റെ മനുവേട്ടാ. മനു ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി മനുവിനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു.
മുത്തശ്ശി മനുവിനെ കണ്ട പാടെ തന്നെ ചോദിക്കുന്നുണ്ട്. നീ വന്നിട്ട് ഒരുപാട് സമയമായിന്ന് നിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. അവിടെ പിന്നെ എന്ത് നടന്നാലും ഞാൻ വരാറും നോക്കാറും ഒന്നുമില്ല. അപ്പോൾ ചോദിക്കും, എനിക്കിപ്പോൾ നടക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ എന്തിനാ മോനെ, നല്ല കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ലല്ലോ കുറച്ച് നാളായിട്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തിനാന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ആരാ വന്നേ? പരിചയമില്ലാത്ത സൗണ്ടൊക്കെ ആണല്ലോ കേട്ടിരുന്നത്. അത് പറയാൻ തന്നെയാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഞാൻ വന്നത്. അത് നമ്മുടെ അലീനയെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛൻ വന്നതാ. എന്താണെന്ന്? അവളെ കൊണ്ടുപോകാൻ അവളുടെ അച്ഛൻ വന്നെന്നോ? അതെങ്ങനെ ശരിയാകും? അതെന്താ മുത്തശ്ശിയായി അങ്ങനെ ഒരു ചോദ്യം? അവൾക്ക് എന്തായാലും അച്ഛനില്ലാതിരിക്കുമോ? അല്ലടാ മോനെ, അവൾക്ക് ആരുമില്ലാതെ അവൾ അനാഥാലയത്തിലല്ലേ ഈ കഴിഞ്ഞ 23 വർഷമായിട്ട് ജീവിക്കുന്നത്. പിന്നെ ഈ 23 വർഷങ്ങൾക്ക് ശേഷം ഒരച്ഛൻ എങ്ങനെ വന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇനി പള്ളിയിൽ അച്ഛനെങ്ങാനും ആണോ? അത് കൊള്ളാം. വന്നിപ്പോൾ മുത്തശ്ശിയും തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പള്ളിയിൽ അച്ഛനൊന്നുമല്ല എൻ്റെ മുത്തശ്ശി, അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ്, കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അതെന്താടാ അത് അങ്ങനെ ഒരു വർത്താനം? കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ? അവളുടെ അച്ഛനാണ് വന്നതെന്നുണ്ടെങ്കിൽ കൂടെ ഉണ്ടാവുക അവളുടെ അമ്മയല്ലേ? അങ്ങനെയൊന്നുമല്ല എൻ്റെ മുത്തശ്ശി, അതൊക്കെ വലിയൊരു കഥയാണ്. മുത്തശ്ശിക്ക് ഞാൻ പിന്നീട് വളരെ സൗകര്യമായിട്ട് ആ കഥ ഞാൻ പറഞ്ഞു തരാം. ഓ, എന്തായാലും അപ്പോൾ ബാലചന്ദ്രനല്ല അവളുടെ അച്ഛൻ, അതെനിക്ക് പണ്ടേ അറിയായിരുന്നതാ. പിന്നെ ആരോട് പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നറിയുന്നത് കൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രം. എങ്കിലും അതെന്താടാ അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് എന്നെ കാണിക്കാതെ അങ്ങ് പോയത്? എന്നോട് അവളൊരു യാത്ര പോലും പറഞ്ഞില്ലല്ലോ. അത് അവൾ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, മുത്തശ്ശിയോട് കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ഞാൻ പോയ കാര്യം കൂടി പറയണമെന്ന്. അതെന്താ നിന്നെ പറഞ്ഞേൽപ്പിച്ചത്? അവൾക്ക് എന്നോട് വന്ന് പറയാൻ എന്താ വല്ല പേടിയുണ്ടോ? പേടി കൊണ്ടൊന്നുമല്ല മുത്തശ്ശി. മുത്തശ്ശിയെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുത്തശ്ശിയോട് യാത്ര പറയുമ്പോൾ മുത്തശ്ശി എങ്ങാനും കരഞ്ഞാൽ അവൾക്കത് വലിയ വിഷമാവില്ലേ? അതുകൊണ്ട് മാത്രമാണ്. എന്നാലും ഒരു വിഷമമുണ്ട് അവൾ പോയിന്ന് കേട്ടപ്പോൾ. നല്ല കൊച്ചല്ലേടാ. അയ്യോ, അവൾ ഇവിടെ നിന്ന് അവസാനിപ്പിച്ചു പോയതൊന്നുമല്ല. അവൾ അധികം വൈകാതെ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ഇനി ഈ ജന്മം നമ്മളെയൊക്കെ വിട്ട് അവൾ പോകുന്നു മുത്തശ്ശി ഒട്ടും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഉവ്വടാ മോനെ, അതല്ലെങ്കിലേ ഞാൻ മുന്നേ മനസ്സിലാക്കിയ കാര്യമാണ് അവൾ അങ്ങനെ ആരെയും വിട്ടിട്ട് പോകില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഒരുത്തനെ അതിനുള്ള പണികളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. കളിച്ച് കളിച്ച് കളികളെല്ലാം കാര്യമായില്ലേ? കുഴപ്പമില്ലടാ, നല്ല കൊച്ച, നല്ല മോള. മുത്തശ്ശിക്ക് സമ്മതാണല്ലോ? മുത്തശ്ശിയുടെ സമ്മതം നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ. എങ്കിലേ സൗദാമിനിയമ്മ ഇപ്പം തൽക്കാലം കിടന്നുറങ്ങിക്കോ, ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് മനു അവിടെ നിന്നും എഴുന്നേൽക്കാൻ നേരം മുത്തശ്ശി അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്, അങ്ങനെ പോവല്ലേ മനു, അലീനയെ കുറിച്ചിട്ടുള്ള ആ കഥ കൂടി മുത്തശ്ശിക്കൊന്ന് പറഞ്ഞു തന്നിട്ട് പോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എല്ലാം പറയാം മുത്തശ്ശി, അതിനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ടല്ലേ പറയാത്തത്. ഇപ്പം ഞാൻ പോവാ, എനിക്ക് വണ്ടി ഓടിച്ച് എറണാകുളത്തേക്ക് എത്തേണ്ടതാ. പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ വേണം പോകാൻ. അപ്പം ഇവിടെ നിന്ന് കഴിച്ചൂടെ നിനക്ക്? ഇവിടെ നിന്ന് ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാ, ഇവിടെ എരിച്ചിലും പുകച്ചിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇന്നെന്തെങ്കിലും കിട്ടിയെങ്കിൽ പറയാം, അല്ലെങ്കിലേ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോട്ടാ, ഞാൻ പോവാ എന്ന് പറഞ്ഞ് മനു യാത്ര തിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ബാലചന്ദ്രനോട് യാത്ര പറയാൻ ചെല്ലുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഇനി ഇന്നൊന്നും പറയാൻ നിൽക്കണ്ട, എന്തിനാ വെറുതെ, ഇപ്പം തന്നെ കുറേ നാളത്തേക്കുള്ള ഡോസ് അങ്കിൾ കൊടുത്തു കഴിഞ്ഞല്ലോ. അങ്കിൾ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. കൃഷ്ണമോളെയും കൂട്ടിക്കോ, ആൻറ്റിക്ക് വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ, അല്ലെങ്കിൽ കൃഷ്ണമോളോടൊന്ന് പറഞ്ഞേക്ക് ആൻറ്റിനോട് ഫുഡ് കഴിക്കുന്നില്ലേന്ന് എങ്ങാനൊന്ന് ചോദിക്കാൻ. ഇപ്പോഴും എന്തോ മെഡിസിനൊക്കെ ഉള്ളതാണല്ലോ, നമ്മളായിട്ട് വെറുതെ അതൊന്നും മുടക്കണ്ട. ഇല്ലടാ മോനെ, നീ പോകാൻ നോക്ക്, നീ സമാധാനമായിട്ട് തന്നെ പോയിക്കോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ
നിൻ്റെ അങ്കിളൊന്ന് മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പോവുക എന്ന് പറഞ്ഞ് അവർ പരസ്പരം യാത്ര പറഞ്ഞ് മനു തിരിക്കുകയാണ് എറണാകുളത്തേക്ക്. ഇതേ സമയം ബാലചന്ദ്രൻ ചെന്ന് കൃഷ്ണമോളെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. കൃഷ്ണമോൾ വന്ന് ടേബിളിൽ ഇരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല, കിച്ചണിൽ പോയിട്ടേ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ ഉച്ചക്കലത്തെ എന്തെങ്കിലും ഉണ്ടോയെന്നോ അത് വല്ലതും നോക്കി ഇങ്ങോട്ട് എടുത്തിട്ട് വാ കൊച്ചേ, ഇവിടെ ആരും വിളമ്പിത്തരാനൊന്നുമില്ല. ഒരാളപ്പം കയറി റൂമിലിരിക്കുന്നതാ, പിന്നെ പുറത്തേക്ക് വന്നിട്ട് പോലും ഇല്ല, അതിനകത്ത് ജീവനോടുകൂടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തൊക്കെയാ അച്ഛാ ഈ പറയുന്നേ? പിന്നെ ഞാനെന്താ പറയണ്ടേ, പുറത്തേക്ക് കാണാത്ത ആൾക്കാരെ കുറിച്ചിട്ട്. എന്തായാലും എൻ്റെ മോൾ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം, എന്നിട്ട് അവരെയും കൂടിയും ഫുഡ് കഴിക്കാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ അകത്ത് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കൃഷ്ണമോളുടെ പിന്നാലെ തന്നെ ബാലചന്ദ്രനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളും ബാലചന്ദ്രനും നോക്കുമ്പോൾ ഉച്ചക്കലത്തെ ബാക്കി ചോറും കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്കൊന്നും ഓർഡർ ചെയ്യണ്ട, ഇതൊക്കെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി കഴിക്കാം അല്ലേ? കൃഷ്ണമോളും സമ്മതം മൂളിക്കൊണ്ട് അവർ ഫുഡെല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വിളമ്പിക്കൊണ്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അമ്മയെയും ചേച്ചിയെയും പോയൊന്ന് വിളിച്ചോ, അവർക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, നമുക്കെന്തായാലും എന്നിട്ടിരുന്ന് കഴിക്കാമെന്ന് പറയുകയാണ്. ബാലചന്ദ്രൻ ടേബിളിൽ ഇരിക്കുന്നുണ്ട്. കൃഷ്ണമോൾ ആദ്യം പോയിട്ട് ബബിതയെ ഡോറിൽ തട്ടുന്നുണ്ട്. 2-3 തട്ട് തട്ടുമ്പോഴാണ് അവൾ വന്ന് ഡോറ് തുറക്കുന്നത്. കൃഷ്ണമോൾ ബബിതയോട് പറയുന്നുണ്ട്, താഴേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഇന്നത്തെയും കൂടി അത്താഴം കഴിച്ച് മുകളിലേക്ക് തമ്പുരാട്ടിക്ക് കയറായിരുന്നു, അത് പറയാൻ വേണ്ടി വന്നതാണ് അടിയൻ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കളിയാക്കുന്നുണ്ട് കേട്ടോ ബബിതയെ. ബബിത ഒന്നും മിണ്ടാതെ തന്നെ ഡോറ് വലിച്ചടയ്ക്കുന്നുണ്ട്. അവൾക്ക് അതത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അങ്ങനെ കൃഷ്ണമോൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല, താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് വൈജയന്തിയുടെ റൂമിലും മുട്ടുന്നുണ്ട്. അപ്പോൾ തട്ടുന്ന സമയത്ത് ഡോറ് പതിയെ ചാരിയിട്ടുള്ളൂ എന്ന് കൃഷ്ണമോൾക്ക് മനസ്സിലാവുകയാണ്. ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ വൈജ എന്തോ ചിന്തിച്ചിങ്ങനെ ടേബിളിൽ തല താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണമോൾക്കെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് അമ്മ ചിന്തിക്കുന്നതെന്ന് അവൾക്ക് ചോദിക്കാതെ തന്നെ അറിയാം. അവൾ ചെന്ന് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്താ ഇന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ലേ? കുറേ സമയമായല്ലോ ഈ റൂമിൽ ഇങ്ങനെ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. പുറത്തേക്ക് വരാത്ത അടഞ്ഞ ശബ്ദത്തിൽ തന്നെയായിരുന്നു കേട്ടോ വൈജയുടെ മറുപടി. വൈജ കൃഷ്ണമോളോട്, എനിക്കൊന്നും വേണ്ട, നിങ്ങളെല്ലാം കഴിച്ചിട്ട് ബാലൻസ് ഉള്ളത് വേസ്റ്റിലേക്ക് മാറ്റിക്കോ, ബാക്കിയൊക്കെ നാളെ ഞാൻ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. കൃഷ്ണമോൾ റൂമിന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും വൈജയെ നോക്കുന്നുണ്ട്. അപ്പോൾ വൈജയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ രാത്രിക്കൽക്ക് എന്തോ ബാലൻസ് മെഡിസിൻ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലും കുറച്ച് കഴിച്ചുകൂടെ അമ്മയ്ക്ക്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോയി കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ വന്ന് ഡോറടച്ച് ലോക്ക് ചെയ്യാണ്. തിരിച്ച് വന്ന് കൃഷ്ണമോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഒരു രക്ഷയില്ലച്ചാ, ഒരാൾ വാതിൽ എൻ്റെ മുഖത്തേക്ക് തല്ലി അടച്ചു, മറ്റാൾക്ക് വല്ലാത്ത സൈലൻസാ, എന്തൊരു സമാധാനത്തിലാണ് സംസാരിക്കുന്നതൊക്കെ, മൊത്തത്തിൽ റിലേ പോയിട്ടുണ്ട്. അതെന്തായാലും ഇനി നാളെ നമുക്ക് നോക്കാം, നീ എന്തായാലും വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞ് അച്ഛനും മോളും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, അയ്യോടി മുത്തശ്ശിക്ക് നീ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? മുത്തശ്ശി ഇവിടെ വന്നിരുന്ന് കഴിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അയ്യോ അച്ഛാ ഞാനത് മറന്നുപോയി, മുത്തശ്ശിയെ ഞാൻ പോയി പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ മുത്തശ്ശിയെ വിളിക്കാൻ പോകുന്നുണ്ട്. മുത്തശ്ശിയെ റൂമിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവൾ ടേബിളിൽ ഇരുത്തുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ ഒപ്പം തന്നെയാണ് മുത്തശ്ശിയെയും ഇരുത്തുന്നത്. അവർ 3 ആളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ബാലചന്ദ്രനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ബാലേന്ദ്ര, ഇത്രയും നാളെ അലീനയ്ക്ക് ഇങ്ങനൊരു അച്ഛനും അമ്മയും ഉള്ളതൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇപ്പോൾ പെട്ടെന്ന് എവിടെന്നാ അവർ വന്നേ, എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. കൃഷ്ണമോൾ ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്.
ഇനി അച്ഛൻ എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. ഈ മുത്തശ്ശിക്ക് മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരായിരുന്നോ എന്നിങ്ങനെ ആ ഭാവത്തിൽ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അമ്മ ഭക്ഷണം കഴിക്കേ, ഇപ്പോൾ ആ കഥ തുടർന്നാലേ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനും പോകുന്നില്ല. അമ്മയ്ക്ക് പിന്നെ ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. കഥകളെല്ലാം വിശദമായിട്ട് അമ്മയ്ക്ക് പറഞ്ഞു തരാം പിന്നീടൊരിക്കൽ. ആരിൽ നിന്നും തനിക്ക് വേണ്ട മറുപടി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി ഒന്നും മിണ്ടാതെ തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. മൂവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ റൂമിൽ ചെന്ന് കിടക്കുന്ന സമയത്താണ് മകളെ വിളിച്ചില്ലല്ലോ, അവളവിടെ സുരക്ഷിതമായിട്ട് അവരോടൊപ്പം എത്തിയോ എന്നൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് കരുതി ബാലചന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ കോള് കണ്ട അലീന വളരെ സന്തോഷത്തോടു കൂടി വന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങളെപ്പോൾ എത്തി, അവിടെ എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഉവ്വച്ച ഞങ്ങൾ എത്തിയിട്ട് അരമണിക്കൂറിൽ മേലെയായി, വന്നു, പുറത്തു നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ അച്ഛാ, ഞാനൊന്നും കഴിച്ചതുമില്ല. അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഒരു വിഷമം തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അച്ഛനോട് ദേഷ്യമാണോ മോളെ? അച്ഛനോട് എന്തിനാ അച്ഛാ എനിക്ക് ദേഷ്യം? അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനല്ലേ. അച്ഛന് താൽക്കാലികമായി എന്നെ അവിടെ മാറ്റി നിർത്തണമെന്ന് തോന്നി. അച്ഛൻ്റെ ഇഷ്ടത്തിന് ഞാൻ മാറി നിൽക്കാനും അച്ഛൻ പറയുന്നതനുസരിക്കാനുമാണ് എനിക്കിഷ്ടം. അല്ലാതെ വേറൊന്നുമില്ല അച്ഛാ. അങ്ങനെയൊന്നും അച്ഛൻ വിചാരിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. കൃഷ്ണമോളോട് ഞാൻ മെഡിസിനൊക്കെ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അച്ഛൻ മെഡിസിൻ കഴിച്ചോ? ഇല്ലടി, ഞങ്ങളെ ഭക്ഷണം കഴിച്ച് റൂമിൽ കയറിയതേ ഉള്ളൂ, മെഡിസിനൊക്കെ എടുത്ത് കഴിക്കാൻ പോകുകയാണ്, കൃഷ്ണമോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു തന്ന പോലെ തന്നെ അവൾ നോക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. 3-4 ദിവസമല്ലേ, എൻ്റെ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എത്ര വന്നാലും നിൻ്റെ അച്ഛനല്ലേ, മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സ്നേഹമൊക്കെ നിന്നോടുണ്ടാകും. പിന്നെ അവരെ ഫാമിലി എന്നെയും വൈജയെ പോലെ ഒന്നുമല്ല, പരസ്പരം വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിന് നിന്നെ അറിയാലോ. അതുകൊണ്ട് തന്നെ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടല്ല നിന്നെ അവരവിടെ നിർത്തുന്നത്. നിന്നെ എനിക്കറിയാം, നീ ആർക്കും ഒരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കില്ല എന്ന് അത്രയും ഉറപ്പെനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുമ്പോൾ സ്റ്റാൻലി എങ്ങനെയായിരിക്കും ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നുള്ള പേടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിയല്ലോ കാര്യങ്ങൾ, ഇനിയും മുന്നോട്ട് ഇതേപോലെയൊക്കെ തന്നെ പോകും. ഇനി എനിക്കൊരാഗ്രഹം കൂടിയുള്ളൂ, നിന്നെ വന്ന് ആ മനു ഒന്ന് കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതും കൂടിയും കണ്ടിട്ട് വേണം അച്ഛനൊന്ന് മനസ്സമാധാനമായിട്ട് മരിക്കാൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അപ്പോൾ അലീന കരയുന്നത് ബാലചന്ദ്രന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ നീ കരയണേ? ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നീ കരയൊന്നും വേണ്ട, നിൻ്റെ കൂടെ എന്നും ഈ അച്ഛനുണ്ടാകും. പിന്നെ നിന്നോട് സ്റ്റാൻലി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ല അച്ഛാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചൊന്നുമില്ല. പിന്നെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവിടുത്തെ മാഡം വളരെ സ്നേഹത്തിൽ തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. ഒരു പക്ഷേ സ്റ്റാൻലി എന്ന് പറയുന്ന ആ സാറിനെ എന്നോട് സംസാരിക്കാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ ആ മാഡം അങ്ങനെയൊന്നും കാണിക്കുന്നൊന്നുമില്ല. സാറും മാഡോ, നീ എന്തിനാ അങ്ങനെയൊക്കെ വിളിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് വിളിക്കാനാ അച്ഛാ? എനിക്ക് അങ്ങനെ ഒന്നൊന്നും വിളിക്കാനൊന്നും തോന്നുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ അല്ലേ. പിന്നെ അതൊന്നും വേണ്ട അച്ഛാ. വേണ്ടെങ്കിൽ വേണ്ട, നീ കിടന്നുറങ്ങാൻ നോക്കിക്കോ. എന്തായാലും ഞാൻ നാളെ രാവിലെ നിന്നെ വിളിച്ചോളാം. അല്ലച്ചാ, കൃഷ്ണമോൾ ഉറങ്ങാൻ കിടന്നോ? അവൾ ഉറങ്ങാനായിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് രോഹിത്ത് വിളിച്ചായിരുന്നോ? രോഹിത്ത് വിളിച്ചില്ല, അവൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ പോയോ എന്നൊക്കെ ചോദിച്ച്. അവന് പഠിക്കാൻ ഒരുപാടുണ്ട്, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അമ്മയുടെ അവസ്ഥ എന്താ വെച്ചാ?
അമ്മ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും വന്നില്ല. കൃഷ്ണമോളെ വിട്ട് ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താല്പര്യമുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു, അത്ര തന്നെ. അച്ഛാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതിട്ടാ. ഇപ്പോഴും മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്ന. എടി പെണ്ണെ, അതിന് ഞാൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ കണ്ടതല്ലേ. ഞാൻ ആർക്കെങ്കിലും വല്ല ഉപദ്രവം ഉണ്ടാക്കണത് നീ കണ്ടിരുന്നോ? ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അച്ഛൻ പോയി കിടന്നോ, ഞാൻ നാളെ രാവിലെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ കിടക്കാനായി റൂമിലേക്കും പോകുന്നുണ്ട്. മറ്റൊരു റൂമിൽ വൈജയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. സ്റ്റാൻലി എങ്ങനെ ഈ വീട്ടിലെത്തിയെന്നോ, സ്റ്റാൻലി എന്തിന് അലീനയെ കൊണ്ടുപോകണം എന്നെല്ലാം ആലോചിച്ചിട്ട് വൈജയ്ക്കാകെ തലയ്ക്ക് ഭ്രാന്തെടുക്കാണ്. പക്ഷേ വൈജയ്ക്ക് ഇതൊന്നും ആരോടും ചോദിക്കാനും കഴിയുന്നില്ല. എങ്കിലും വൈജയ്ക്കൊരു സംശയം തോന്നിയിട്ട് ഇനി ഇവരാരെങ്കിലും അല്ലെങ്കിൽ സ്റ്റാൻലി ഇതൊന്നും അറിയാതെ സ്റ്റാൻലി വന്ന് ഇവളെ ദത്തെടുത്ത് കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ ഇനി സ്റ്റാൻലിയുടെ മകൾ തന്നെയാണോ ഇവള് എന്നെല്ലാം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈജയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മനുവിൻ്റെ മുഖം കടന്നു വരികയാണ്. മനുവിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ തൻ്റെ ഉള്ളിലെ ഈ ടെൻഷൻ ഒന്ന് മാറിക്കിട്ടിയാലോ എന്ന് കരുതി മനുവിനെ വിളിക്കുകയാണ് വൈജ. വൈജ വിളിക്കുമ്പോൾ തന്നെ മനു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റി, എന്താ എന്നെ വിളിച്ചേ? അല്ല, അവിടെ വന്നിട്ട് എന്നോടൊരക്ഷരം പോലും പറയാത്ത, ഒന്നും മിണ്ട പോലും ചെയ്യാത്ത ആൾ ഇപ്പം എന്താ എന്നെ വിളിക്കാനുണ്ടായ കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, മനു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എന്നോട് സത്യം പറയുമോ? അതെന്താ ആൻറ്റി അങ്ങനെ ഒരു സംസാരം? ഞാൻ ആൻറ്റിയോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞതായിട്ട് ആൻറ്റിക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടല്ല, എന്നോട് ഇനി പറയാൻ പാടില്ലാത്തതാണെന്ന് കരുതി നീ പറയാതിരിക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. ആൻറ്റി ചോദിക്ക്. അല്ലടാ, ഇന്ന് അലീനയെ വന്ന് കൊണ്ടുപോയത് ആരായിരുന്നു? ആൻറ്റി കണ്ടില്ലായിരുന്നോ അവരെ? കണ്ടു. എനിക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന ഒരാളും ആനി എന്ന് പറയുന്ന ഒരു പെണ്ണും. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതൊക്കെ അതെന്തിനാ അവർ വന്ന് അലീനയെ കൊണ്ടുപോയത്? എൻ്റെ പൊന്നാൻറ്റി, എനിക്കിതൊന്നും അറിയില്ല. അലീനയെ അവർ വന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അവിടെ വേണമെന്ന് എന്നോട് അങ്കിള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നു. അത്രമാത്രം എനിക്കറിയൂ. അതിനേക്കാളും നന്നായിട്ട് അങ്കിളിനറിയാലോ. ആൻറ്റിക്കൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അങ്കിള് സത്യം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മനു? നീ എന്നെ കളിയാക്കുകയാണോ? നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോടത് പറഞ്ഞൂടെ നിനക്ക്? എൻ്റെ ആൻറ്റി, എനിക്കൊന്നും അറിയില്ല. ഞാൻ സത്യമാണ് പറഞ്ഞത്. അല്ല, ഇവരുടെ അഡ്രസ്സ്, ഇവരിവിടെ എത്താനുണ്ടായ കാരണം അതെങ്ങനെയാണെന്ന് നിനക്കറിയോ? അതെനിക്ക് തോന്നുന്നു ആൻറ്റി, അതിന് കാരണക്കാരൻ ആൻറ്റിയുടെ മൂത്ത ആങ്ങളയാണെന്ന്. എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനു വൈജയെ പരിഹസിക്കുന്ന പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ആരെ കാര്യമാണ് നീ പറയുന്നത്? അത് നല്ല കാര്യം. ആൻറ്റിയുടെ മൂത്ത സഹോദരൻ ആരാ? അതും ഞാൻ പറഞ്ഞു തരണോ? എൻ്റെ ആൻറ്റി ഗംഗാധര വെള്ളിച്ചനാണെന്ന് തോന്നുന്നു അങ്കിളിന് ഇവരുടെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നത്. നീ എന്തൊക്കെയാണ് മനു ഈ പറയുന്നത്? അതെങ്ങനെയാണ്? അല്ലെങ്കിൽ തന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആൻറ്റി ഒരു കാര്യം ചെയ്യ്. ആൻറ്റി ഗംഗാധര വെള്ളിച്ചനെ വിളിച്ചൊന്ന് ചോദിക്ക്, ഇവിടെ അലീനയെ കൊണ്ടുപോകാൻ ഇങ്ങനെ 2 ആൾക്കാർ വന്നിരുന്നെന്നും അവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നും. ആൻറ്റിക്കുള്ള എല്ലാ ഡൗട്ടും വെള്ളിച്ചൻ ക്ലിയറാക്കി തരും. സോറി ആൻറ്റി, എനിക്ക് നന്നായിട്ട് ക്ഷീണമുണ്ട്. ഞാൻ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. അതിരാവിലെ തന്നെ എണീറ്റ് കുളിച്ചൊരുങ്ങി മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഓക്കെ ആൻറ്റി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് മനു കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി വൈജയ്ക്ക് ഇല്ലാത്ത ടെൻഷൻ കൂടുകയാണ് കേട്ടോ. ഉണ്ടായിരുന്ന ടെൻഷൻ്റെ ഇരട്ടിയായി മാറുകയാണ്. വൈജയ്ക്ക് തല കറങ്ങുന്നത് പോലെയോ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്ന പോലെ വൈജയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ വൈജ തൻ്റെ BP-യുടെ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. തനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ട് വൈജ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് എന്താണ് മനു ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമെന്ന്.
ഒരുപാട് സമയത്തെ ആലോചനകൾക്കൊടുവിൽ വൈജയന്തി ഗംഗാധരനെ വിളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഗംഗേട്ടൻ പറയുന്നത് താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ലെങ്കിൽ തനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. പിന്നെ വന്നതും കൊണ്ടുപോയതൊന്നും ആരാണെന്നൊന്നും താൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല മറിച്ചാണെങ്കിൽ താൻ എന്ത് ചെയ്യും എന്നുകൂടി വൈജ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും വൈജ തന്നെ സ്വയം മനസമാധാനിക്കുകയാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത്. എന്തായാലും ഗംഗേട്ടനെ വിളിച്ച് ഇതിനൊരു തീർപ്പുണ്ടാക്കിയിട്ട് തന്നെ ഇന്ന് താൻ കിടന്നുറങ്ങുന്നുള്ളൂ എന്നൊരു തീരുമാനത്തിൽ വൈജയന്തി ഫോൺ എടുത്ത് ഗംഗാധരനെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. വൈജയന്തി ഗംഗാധരനെ വിളിച്ച് ഗംഗാധരനിൽ നിന്നുള്ള മറുപടിയുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.